കേരളത്തിലെ പകുതിയോളം ജില്ലകളിലെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് മറ്റന്നാളാണ്. ഇതാ ഇപ്പോൾ കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുന്നു. ഈ 7 ജില്ലകളിലും നാളെ നിശബ്ദ പ്രചാരണമാണ് നടക്കുക. അതിൽ ഏറ്റവും സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന തിരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്ഥാപനം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന നഗരി കൂടിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനാണ് BJP ഇക്കുറി മത്സരിക്കുന്നത്. അത് നിലനിർത്താനാണ് CPMൻ്റെ പോരാട്ടം. കോൺഗ്രസ് ആകട്ടെ വീരശൂര പരാക്രമത്തോടുകൂടി ഗോദയിലേക്ക് ഇറങ്ങി തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയാക്കിയെങ്കിലും പര്യടനത്തിൽ ഒക്കെ മെല്ലെപ്പോക്കാണ് ദൃശ്യമായത്. എന്തായാലും 3 പേരും കട്ടക്കട്ടയ്ക്ക് മത്സരിക്കുന്നുണ്ട്. പൊതുവെ ജനങ്ങളുടെ വിലയിരുത്തൽ വളരെ രസകരമാണ്. ഈ പറഞ്ഞതുപോലെ 43 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരത്തെ നേരിടേണ്ടി വരുന്നു. അവരാകട്ടെ ജനങ്ങൾക്ക് മുന്നിൽ അഴിമതിയും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും നികുതി വെട്ടിപ്പും ഒക്കെയായി വളരെ അപഹാസ്യരായി തുടരുകയാണ്. പക്ഷേ CPMൻ്റെ സംഘടനാ സംവിധാനവും കേഡർ രീതിയും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു നിശ്ചിത വോട്ട് ബാങ്കും അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിനെ സമർത്ഥമായി വിനിയോഗിച്ചുകൊണ്ട് പകുതിയിലധികം വാർഡുകളിൽ ജയിച്ച് ഭരണം നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ BJP ആകട്ടെ അതിശക്തമായി അഴിമതിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുൻ വർഷങ്ങളിൽ 2015-ലും 2020-ലും വിജയിച്ച വാർഡുകൾ നിലനിർത്തുകയും ഒപ്പം പുതുതായിട്ട് ഒരു 15-ലധികം വാർഡുകൾ, ഏതാണ്ട് 20ഓളം വാർഡുകളിൽ വിജയിക്കുകയും വേണം എന്ന ദൃഢനിശ്ചയത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തി വരുന്നു. കോൺഗ്രസ് ആകട്ടെ വളരെ 2015-ൽ 20-ന് മുകളിൽ 23ഓളം സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് 2020 ആയപ്പോഴത്തേക്കും 10 സീറ്റുകളിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരല്പം കൂടി പോയിരുന്നെങ്കിൽ അത് ഒറ്റയക്കത്തിലേക്ക് ഒതുങ്ങുമായിരുന്നു. ആ കോൺഗ്രസ് ഇന്ന് തിരിച്ചു വരാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. പൊതുവെ വിലയിരുത്തുമ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം തന്നെ ആദ്യം പറയാം. കോൺഗ്രസ്സിന് മികച്ച സ്ഥാനാർത്ഥികളുണ്ട്, നല്ല പുതുമുഖങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. പഴയ ചില ആൾക്കാരെയും അവർ വിട്ടുകളഞ്ഞിട്ടില്ല. അനുഭവ സമ്പത്തുള്ള നഗരസഭ പ്രതിപക്ഷത്ത് പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും വന്ന ജോൺസൺ ജോസഫിനെ പോലെയുള്ളവരെയും അവർ ഇക്കുറി മത്സരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്ത് കാര്യം? സംഘടനയില്ല, പാർട്ടിയില്ല, താഴെത്തട്ടിൽ ബൂത്ത് പ്രവർത്തനം നടത്താൻ ആളില്ല. സ്ഥാനാർത്ഥികളെയും കൊണ്ട് നമുക്കറിയാം, ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് പ്രദേശവുമായിട്ട് ഹൃദയബന്ധം, ആത്മബന്ധം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന, കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ആയിരിക്കണം. അങ്ങനെയുള്ള ആളായിരിക്കണം നഗരസഭാ കൗൺസിലറും പഞ്ചായത്ത് അംഗവും മുനിസിപ്പൽ കൗൺസിലറും ഒക്കെയായി വരേണ്ടത്. ഒരു പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കോ മത്സരിക്കുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു വാർഡിൽ മത്സരിക്കുന്നയാൾ, അത് പഞ്ചായത്താകട്ടെ മുനിസിപ്പാലിറ്റി ആകട്ടെ കോർപ്പറേഷൻ ആകട്ടെ, വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്നയാളായിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നിർത്തിയാൽ മാത്രം പോരാ, താഴെ തട്ടിൽ വളരെ കൃത്യമായി പ്രവർത്തനം നടത്തുകയും വേണം. അങ്ങനെ പ്രവർത്തനം നടത്താൻ കോൺഗ്രസിന് ഇന്ന് കഴിയുന്നില്ല തിരുവനന്തപുരം നഗരത്തിൽ എന്നുള്ളതൊരു വാസ്തവമാണ്. ബൂത്ത് തലത്തിലെ പ്രവർത്തനം നടത്താൻ, വെരിഫിക്കേഷൻ, വോട്ടർ പട്ടിക വെരിഫൈ ചെയ്യാൻ, പരിശോധിക്കാൻ, വീടാന്തരം കയറി ഇറങ്ങി വോട്ടുകൾ പരിശോധിച്ച് ഉറപ്പാക്കാൻ, അതുപോലെ കൃത്യമായിട്ട് സ്ലിപ്പ് എഴുതി വീടുകളിൽ കൊണ്ട് കൊടുക്കാൻ, ലഘുലേഖകൾ വീടുകളിൽ എത്തിക്കാൻ, സ്ഥാനാർത്ഥിയെയും കൊണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങാൻ, സ്ഥാനാർത്ഥി പര്യടനം, ഇതിനൊക്കെ ആവശ്യമായ മാൻ പവർ ഇന്ന് കോൺഗ്രസിന് തിരുവനന്തപുരം നഗരത്തിലില്ല എന്നുള്ളത് എമ്പാടും ദൃശ്യമാണ്. കോൺഗ്രസ് എത്ര സീറ്റുകൾ ജയിച്ചു വരും എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ എളുപ്പം
നഗരസഭ ആര് ഭരിക്കും എന്ന കാര്യം വിശകലനം ചെയ്ത് പറയാൻ സാധിച്ചേക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം, ആ സംഘടനാപരമായ വീഴ്ച, മാൻ പവർ ഇല്ലായ്മ, അണികൾ പ്രവർത്തനത്തിനില്ലാത്ത ഒരു സാഹചര്യം, ഇതൊക്കെ കോൺഗ്രസിനെ വലിയ രീതിയിൽ വേട്ടയാടുന്നുണ്ട്. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായ ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാറിൽ പോലും കോൺഗ്രസ് പരാജയം മണക്കുന്നു എന്ന സാഹചര്യമുണ്ട് എന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. ഇനി CPM-ന്റെ കാര്യത്തിലേക്ക് വരാം. CPM-ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മികച്ച കേഡർ സംവിധാനമുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്, സംഘടിത ശക്തിയാണ്, അണികളുണ്ട്, അവർക്ക് മാൻ പവർ ആവോളമുണ്ട്. 10 വർഷം തുടർച്ചയായി ഭരിച്ചതിൻ്റെ മെച്ചം, സാമ്പത്തിക മെച്ചം അവർക്കുണ്ട്. പണത്തിന് പഞ്ഞമില്ലെന്ന് ചുരുക്കം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ മറ്റൊരു മേൽക്കൈ കൂടെ നേടിയിട്ടുണ്ട്. അത് ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സിലൂടെ വാർഡുകളുടെ അതിരുകൾ വെട്ടിയും മുറിച്ചും കൂട്ടിയും കിഴിച്ചും തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഒക്കെ അറുത്ത് മുറിച്ച് മാറ്റം വരുത്തി ബൂത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്നതിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ആ ഒരു പ്രക്രിയയിലൂടെ അവർ നേടിയിരിക്കുന്നത് ഒരു വലിയ മേൽക്കൈയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം അവർക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് കരുതണ്ട. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഈ നഗരസഭയ്ക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മേയർ ആര്യ രാജേന്ദ്രനെ ഒരു സ്ഥലത്തും അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കുന്നില്ല. ആര്യ രാജേന്ദ്രനെ സമ്പൂർണമായും തിരുവനന്തപുരത്ത് നിന്ന് പിൻവലിച്ചിരിക്കുകയാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പരാജയപ്പെട്ട ഒരു മേയർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പാർട്ടി അണികൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആര്യ രാജേന്ദ്രനെ പിൻവലിച്ച് മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തായാലും അവരുടെ മേയർ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം പേരെ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. അവരൊക്കെ ജയിച്ചു വരുമോ എന്ന് നമുക്ക് ഡിസംബർ 13-ാം തീയതി മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇടതുപക്ഷം ഡീലിമിറ്റേഷനിലൂടെ നേടിയ അപ്പർ ഹാൻഡ് അവരുടെ പ്രചാരണ പര്യടന പരിപാടികളിലെല്ലാം, ബൂത്ത് തലത്തിലെ പ്രവർത്തികളിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തങ്ങൾക്ക് ആവശ്യമുള്ള കേവല ഭൂരിപക്ഷം നേടും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ്. ഇനി BJP-യുടെ കാര്യത്തിലേക്ക് വരാം. BJP ആണ് നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷ ധർമ്മം നിർവഹിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷവും അവർ നഗരസഭയിലെ അഴിമതികൾക്കെതിരെ ശക്തമായി ശബ്ദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പല അഴിമതികളും പുറത്തു കൊണ്ടുവന്നത് BJP കൗൺസിലർമാരാണ്. നികുതി വെട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. അതുപോലെ പല അഴിമതികളും അവർ പുറത്തു കൊണ്ടുവന്നു. BJP ഈ 101 വാർഡുകളിലും BJP കൃത്യമായി NDAയുടെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്നുണ്ട്. BJP-യുടെ ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത് RSSന്റെ പ്രവർത്തകരാണ്. അവർ താഴെ തട്ടിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. എങ്ങനെയാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേഡർ സംവിധാനം തിരുവനന്തപുരത്തെ ഇളക്കി മറിക്കുന്നത്, ഒരു പക്ഷേ അതിനേക്കാൾ ഒരു പടി മുകളിൽ നിന്നുകൊണ്ട് RSS ആ കർമ്മം BJP-ക്ക് വേണ്ടി നിർവഹിക്കുന്നുണ്ട്. RSSന്റെ കേഡറുകൾ കൃത്യമായി ബൂത്ത് തലത്തിലെ വർക്കുകൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് സ്ലിപ്പ് കൊടുക്കുന്നതിലും വോട്ടർ പട്ടിക വെരിഫൈ ചെയ്യുന്നതിലും സ്ഥാനാർത്ഥി പര്യടനത്തിലും സ്ഥാനാർത്ഥിയെ കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുന്നതിലും ലഘുലേഖ കൊടുക്കുന്നതിലും ഒക്കെ അവിടുത്തെ ഏറ്റവും താഴെ തട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്നതിൽ വരെ RSSന്റെ കേഡറുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ഭംഗിയായി മനോഹരമായി പ്രവർത്തിക്കുന്ന കാഴ്ച നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP ആത്മവിശ്വാസത്തിലാണ്. ഒപ്പം BJP-യുടെ സംഘടനാ സംവിധാനവും കേന്ദ്രത്തിന്റെ അനുഗ്രഹാശിസ്സുകളും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസവും BJP-യെ നഗരഭരണത്തിൽ എത്തിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു. BJP അത് ആ ഒരു ആത്മവിശ്വാസം പുലർത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതും ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിൽ അത് അവസാനിപ്പിച്ചതും. നാളെ നിശബ്ദ പ്രചരണത്തിൽ എനിക്ക് തോന്നുന്നത് BJP-യും CPM-ഉമായിരിക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക. രണ്ടുപേരും അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ആകുന്ന വിധത്തിൽ ഈ നിശബ്ദ പ്രചാരണം പരമാവധി നടത്തും എന്ന് തീർച്ചയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തിരുവനന്തപുരത്തെ മത്സരം CPM-ഉം BJP-യും തമ്മിലാണ്. കോൺഗ്രസ് ചിത്രത്തിലെ ഇല്ല എന്ന് വ്യക്തമാണ്.
കോൺഗ്രസ് എവിടെയെങ്കിലും ജയിച്ചു വന്നാൽ അത് ജനങ്ങളുടെ കാരുണ്യമാണ്, ദയയാണ് എന്ന് കരുതേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അപൂർവം ചില വാർഡുകളിൽ ഒഴിച്ചാൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം അങ്ങേയറ്റം ശുഷ്കമാണ്. ഇനി നമുക്കറിയേണ്ടത് നഗരസഭയിൽ വീണ്ടും ചെങ്കൊടി പാറുമോ അതോ ആദ്യമായി കാവിക്കൊടി ഉയരുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാവിക്കൊടി ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് CPM-കാർ പോലും അടക്കം പറയുന്നുണ്ട് എന്ന കാര്യവും ഇവിടെ ചിന്തനീയമാണ്.